ഗൺമാൻ റിംഗ് റൗണ്ട് ഡ്യൂട്ടി നിയമനത്തിലും കോൺഗ്രസിൽ തർക്കം. രമേശ് ചെന്നിത്തലയുടെ റിംഗ് റൗണ്ടിൽ ബിജെപിക്കാരും സിപിഎമ്മുകാരും എന്നുമാണ് ആരോപണം. പോലീസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിലും രൂക്ഷ വിമർശനമുണ്ട്. സിപിഎം ബിജെപി അനുഭാവികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായും കോൺഗ്രസ് അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ പറയുന്നു. സാരംഗുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, ഈ തർക്കങ്ങൾ കുറച്ചധികം നാളുകളായി തുടങ്ങിയപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ബിജെപി അംഗങ്ങൾ കയറി കൂടുന്നു എന്നതിൽ നിന്നും മാറി ഇപ്പോൾ ഗൺമാൻമാരെ റിംഗ് റൗണ്ട് ഡ്യൂട്ടി നിയമനത്തിൽ അതിലും ഈ തർക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? ചാറ്റ് വലുതും പുറത്തേക്ക് വന്നു. ഹരി, തീർച്ചയായും UDF സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. ഇതിനു മുൻപ് ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനത്തിലായിരുന്നു വലിയ രീതിയിലുള്ള വിവാദം ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഗവൺമെന്റ്മാരുടെയും റിംഗ് റൗണ്ട് ഓഫീസർമാരുടെയും ആ നിയമനത്തിലടക്കമുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം BJPക്കാരും CPMകാരുമാണ് ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമനത്തിൽ കൂടുതലായും പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ചാറ്റുകളും, അതായത് വാട്സപ്പ് ചാറ്റുകൾ അടക്കമാണ് നമ്മളിപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന് മുൻപും അതായത് പല വിഷയങ്ങളിലടക്കം നിയമനമായിക്കോട്ടെ, പേഴ്സണൽ സെക്രട്ടറി നിയമനമായിക്കോട്ടെ, സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട നിയമനങ്ങളായിക്കോട്ടെ, അതിലെല്ലാം വലിയ രീതിയിൽ UDF സർക്കാർ ഈ ഒരു സമ്മർദ്ദത്തിലായിരുന്നു. അല്ലെങ്കിൽ വിവാദത്തിൽ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ വിവാദത്തിൽ ഉൾപ്പെട്ടത് ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു പോലീസ് സേനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നം വന്നിരിക്കുന്നത്. പോലീസ് സേനയിൽ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്കകത്ത് തന്നെയാണ് ഇപ്പോൾ തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഈ ഒരു സ്വജനപക്ഷപാതം കാണിക്കുന്നു എന്ന് അല്ലെങ്കിൽ കൃത്യമായ ഒരു നിയമനമെല്ലാം നടത്തിയിരിക്കുന്നത്, അതായത് മന്ത്രിയുമായി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് നിയമനത്തിലടക്കം കോൺഗ്രസ് സംഘടനയുമായി അല്ലെങ്കിൽ സർവീസ് സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഓഫീസർമാരെ അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂട്ടിയിലടക്കം കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല നിയമനം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ചാറ്റുകൾ തന്നെ വ്യക്തമാവുന്നത്. നമുക്കറിയാം ഇതിനു മുൻപ് ഗവൺമെൻറ് ലീഡർമാരുടെ നിയമനത്തിലും അഡ്വക്കേറ്റ്മാരുടെ സംഘടന, അതായത് കോൺഗ്രസ് അനുകൂല സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ലോയർമാരുടെ വാട്സപ്പ് ചാറ്റും ഇതുപോലെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിലടക്കം അതായത് തിരികെ കയറ്റൽ നയം, അതായത് കൃത്യമായി അർഹമായിട്ടുള്ള ആൾക്കാരെയല്ല ഈ ഒരു പ്ലീഡർമാരായി നിയമിച്ചിരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അത് ഈ ഒരു സംഘടനയ്ക്ക് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള അമർഷവും ഈ ഒരു മന്ത്രിമാർക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹത്തിനും വഴിവെച്ചിരുന്നു. എന്തിനായാലും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇത് കാണേണ്ടി വരും. മറ്റ് വിഷയങ്ങളിലടക്കം ഈ ഒരു UDFനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള പല വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഒരു വിഷയത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു ലിസ്റ്റിൽ CPMകാരും BJPക്കാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ കൃത്യമായ ഒരു അവലോകനം നടത്തിയിട്ടില്ല. അതിൽ അനർഹരെ തിരികെ കയറ്റിക്കൊണ്ടായിരുന്നു ഈ ഒരു ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത് എന്നാണ് ഈ ഒരു വാട്സപ്പ് ചാറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങളടക്കം ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഹരി, യെസ്, വ്യക്തമാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒരു തർക്കം രൂപപ്പെടുന്നൊരു സാഹചര്യം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉള്ളിലാണ് ഈ തർക്കങ്ങൾ നടക്കുന്നത്. ലിസ്റ്റിൽ CPMകാരും BJPക്കാരും ഉണ്ട് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ് ഗ്രൂപ്പിൽ ഉള്ളവർ തന്നെ. അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടാകുന്നു, ചർച്ചകളുണ്ടാകുന്നു. ഓരോരുത്തരുടെ പേരും നമ്പറും വെച്ചിട്ട് ഇവർ BJPക്കാരാണ്, ഇവർ CPMകാരാണെന്ന് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. ഈ ഗൺമാൻമാർ റിംഗ് റൗണ്ട് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. നമുക്കറിയാം ഗവൺമെൻറ് ലീഡറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതിന് മുൻപേ ഈ കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വന്നതിന് ശേഷവും ഉണ്ടായിരുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ചാറ്റും കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.